Hello guys, welcome to my YouTube channel. So this is my first long video in my channel. So let me introduce myself first. എൻ്റെ പേര് സോജ. ഞാനൊരു IT പ്രൊഫഷണലാണ്. ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബിസിനസ് ട്രിപ്പിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. ഞങ്ങളുടെ കമ്പനിയുടെ കോൺഫറൻസ് സ്പെയിനിലുള്ള മലാഗയിൽ വെച്ചിട്ട് 2 ദിവസം നടക്കുന്നുണ്ടായിരുന്നു. April 2nd to April 5th ഞങ്ങളൊരു 4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി മലാഗയിൽ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 2 days ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു, കോൺഫറൻസും നൈറ്റ് പാർട്ടി പിന്നെ പ്രൊജക്റ്റിൻ്റെ മീറ്റപ്പൊക്കെ ആയിട്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ചൊക്കെ ഞങ്ങൾക്ക് മലാഗ കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ മലാഗ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസൊക്കെ കുറച്ചൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേയുടെ മാത്രം കുറച്ച് കൂടെ എലാബറേറ്റ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റി. സോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall. Praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's facts. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall. Hello guys, good morning. Today is the last day in Spain. So ഇന്ന് day 3 ആണ്.
അപ്പം കോൺഫറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇന്നും നാളെയായിട്ട് റിട്ടേൺ ചെയ്യും. എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് രാത്രി 8 മണിക്കാണ്. ഇവിടുന്ന് മലാഗയിൽ നിന്നാണ്. സെയിം റൂട്ട് തന്നെ, മലാഗ ടു ബാർസലോണ, ബാർസലോണ ടു ദോഹ, ദോഹ ടു കൊച്ചി. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് സമയം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മോസ്റ്റ്ലി എല്ലാവരും ഇന്ന് രാവിലെ തന്നെ പോയി. അവർക്ക് ഫ്ലൈറ്റ് 11 മണിക്കാണ്. അപ്പം രാവിലെ തന്നെ ഇപ്പോൾ അവർ പോയി. അതുകൊണ്ട് ഒറ്റയ്ക്കാണ്. 2-3-5 പേരുണ്ട്. അവരോരോരോ പ്ലാനിൽ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നത്തെ ദിവസം ഒരു ബ്ലോഗ് പോലെ തന്നെ ചെയ്യാം. ലൈക്ക് ഇവിടെ കത്തീഡ്രൽ ഫോർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ വിൽ ഡു സം ഷോപ്പിംഗ്. എന്നാൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. 3 മണിക്ക് മുന്നേ എനിക്ക് എന്തായാലും റൂമിലെത്തണം. ഒരു 4 മണിയാകുമ്പം ഞാൻ മാക്സിമം ഒരു 3:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ എന്തായാലും എയർപോർട്ടിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോലും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നേരത്തെ തന്നെ പോയി എല്ലാം കണ്ടിട്ട് വിൽ ഗോ. സോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഇവിടെ 9 മണിയായി. ഞാനപ്പം ഓൾറെഡി റെഡി. മൈ ഔട്ട്ഫിറ്റ് ഞാനിത് ഓൾറെഡി കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോൾ ഒന്ന് ഇട്ടു. അത് രാത്രിയായിരുന്നു, ആരുമില്ല. അപ്പോൾ പിന്നെ ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് ജാക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് കത്തീഡ്രലിലേക്ക് ഒരു 20 മിനിറ്റ്സ് വോക്ക് ഉണ്ട്. ഞാൻ വന്ന ദിവസം ഞങ്ങൾ ഓൾറെഡി അന്നപ്പം ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല, അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിചാരിച്ചെന്നാൽ കത്തീഡ്രലിലൊന്ന് പോയി നമുക്ക് അകത്ത് കയറിയാലല്ലേ അതിൻ്റെ ഒരു സുഖം വരുള്ളൂ. പിന്നെ വിചാരിച്ചെന്നാൽ നടന്നിട്ട് പോവാം. പിന്നെ ക്യാബൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നടന്നിട്ട്. എൻ്റെ പ്ലാൻ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തീഡ്രൽ പോവാം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ഇവിടുത്തെ മെയിൻ മ്യൂസിയം ഉണ്ട്, അല്ലാതെ ഒരു മ്യൂസിക്കൽ മ്യൂസിയം. നമുക്ക് നോക്കാം. 3 സ്ഥലവും എനിക്ക് കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെ, ആക്ച്വലി ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് സംസാരിച്ച് പോകുമ്പോൾ അത്രയ്ക്ക് കാണാൻ പറ്റില്ല. എൻ്റെ കൂടെ ഉള്ളവരോട് അവർക്കൊന്നും ഇഷ്യൂ ഇല്ല. ബട്ട് എന്താ പറയുക, നമുക്കൊരു ചമ്മൽ വരില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഞാൻ മാത്രമാണല്ലോ, അപ്പം മാക്സിമം വ്ലോഗ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. എനിക്കിത് പിടിക്കാനൊന്നും അറിയത്തില്ല. സെൽഫി ക്യാമറ എടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് മനസ്സിലായി. നോക്കൊക്കെ എന്തൊക്കെയാ വെനസ്ഡേ വന്ന ദിവസം ഇതേപോലെ പോയപ്പോൾ തിരക്കിട്ടാ പോയത്. സൺസെറ്റ് കാണാൻ വേണ്ടിയില്ല പോയത്. പക്ഷെ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേന് സണ്ണീൻ്റെ വഴിക്ക് പോയി. ഇവിടെ ലേറ്റ് ആയിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ലൈക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ ഭയങ്കരമായിട്ട് ഞാൻ തോന്നുന്നു. 9 ആകുമ്പോഴാണ് കറക്റ്റ് ഫുൾ നൈറ്റ് വൈബ് എന്നുള്ളൊരിത് വരത്തുള്ളൂ. 7 മണിക്കൊക്കെ നല്ല നൈറ്റായിരുന്നു. ഞാൻ ആക്ച്വലി കണ്ടത് വെച്ചിട്ട് ഈ കുറേ അടുത്തടുത്തടുത്ത് സിഗ്നൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനാണെങ്കിലും, നമ്മളാണെങ്കിൽ ഇപ്പോൾ വണ്ടി വരുന്നുണ്ടെങ്കിലും നാട്ടിൽ കൈ കാണിച്ചിട്ടാണെങ്കിലും ക്രോസ് ചെയ്ത് പോകുമല്ലോ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, എല്ലാത്തിലും ഒരു ഇപ്പം കറക്റ്റായിട്ടുള്ളൊരിതുണ്ട്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പറ്റും. ന്യൂയോർക്ക് നഗരമുറങ്ങും പോലെ തനിമേ ആ പാട്ടൊക്കെ നല്ല വെയിലാണ് ഗൈസ്. ഇത് കഴിഞ്ഞു പോകുന്നത് തോന്നുന്നു. നാളെ കഴിഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് 1 വേ ആണ് ഈ 2 റോഡ്. അപ്പോൾ ആ വഴി
വഴിയും കയറി നമുക്ക് ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നേരെയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഈ സൈഡിലോട്ട് വന്നു. ഇറ്റ്സ് നൈസ് റൈറ്റ്. നല്ലൊരു ചെറിയ തണുപ്പുണ്ട് കേട്ടോ. നല്ലൊരു മൈൽഡ് കോൾഡ് ആയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് എന്താ പറയാ തണുക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇന്നലെ നല്ല നമുക്ക് ജാക്കറ്റ് ഇട്ട് തന്നെ പുറത്തിറങ്ങണം എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല. ഇതൊരു നമുക്കിങ്ങനെ ഒരു സുഖം തരുന്നൊരു കോൾഡായിട്ട് തോന്നുന്നു. എനിക്കിതാണ് അവരുടെ ബസ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് എത്രത്തോളം ഇത് സ്റ്റഡി ആയിട്ടാ കിട്ടണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ നടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ലോക്കൊക്കെ കണ്ട ഇങ്ങനെയാണ് എല്ലാം പോലും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മോസ്റ്റ്ലി എല്ലായിടത്തും അങ്ങനെ തന്നെ. ഞങ്ങള് ഇന്നലെ പോയ വർക്കിംഗ് സ്പേസിലാണെങ്കിൽ പോലും അങ്ങനെയായിരുന്നു. അപ്പൊ ഭയങ്കര പാടായിരുന്നു. നമ്മളിപ്പോ പുറത്തു വിട്ടിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ലോക്ക് തുറക്കാനും എന്തോ ഒരു ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യണം. കാര്യമായിട്ട് അറിയില്ല. ഇനി ഇവിടുന്ന് എനിക്ക് തോന്നുന്നു യെസ് ലെഫ്റ്റ് ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ഒരു 9 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മളിപ്പം ഏതാനും നിമിഷങ്ങൾക്ക് കത്രീകളിൽ എത്തുകയാണ്. ശ്രദ്ധിക്കുന്നു. ഇവിടെ ആക്ച്വലി ലോക്കൽ കട ഏതാ നല്ല സ്റ്റാൻഡേർഡ് കട ഏതാന്നൊരു മനസ്സിലാവാത്ത അവസ്ഥയാണല്ലോ. ഫോർട്ടിന്റെ അവിടെ കുറച്ച് ലോക്കൽ ഷോപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വെൽക്കം ടു മലാക്ക സൂപ്പർ മാർക്കറ്റ്. We have ATM here. Yes. രാത്രി ഞങ്ങൾ ഇതുവഴി തന്നെ കേട്ടോ വന്നേ. ഇവിടെ നിന്നൊരു കുട്ടി വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. സോ ഈസ് ദിസ് ദ കത്തീഡ്രൽ? I think this is the cathedral. The opening will be there, I guess. La grazia specialità e veterinaria. അറിയില്ല കേട്ടോ ഗൈസ്, ഇതാണോ കത്തീഡ്രൽ? ഏതെങ്കിലും പള്ളിയിൽ പോയാൽ മതിയല്ലോ. അങ്ങനെ ഒരു സ്പാനിഷ് കുർബാനയുടെ തുടക്കം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഞാൻ ഈ കത്തീഡ്രലിലല്ല പോകാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ ഇതൊരു വന്നപ്പോൾ അങ്ങ് കയറിയതാണ്. പക്ഷെ നൈസായിരുന്നു കേട്ടോ. ഇൻറ്റീരിയർ വർക്കും ഒക്കെ അടിപൊളിയായിരുന്നു. അവിടുത്തെ കൊയർ അമ്മ
അടിപൊളിയായിരുന്നു കേക്ക്. പിന്നെ അവിടുന്ന് നേരെ ഞാൻ അവിടെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ പോയി. അവിടെ കുറേ അധികം സാധനങ്ങളുണ്ടായിരുന്നു. സോ എൻ്റെ മെയിൻ ഉദ്ദേശം ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിരുന്നു. ഹലോ, പിന്നെ ഒരെണ്ണം എടുത്താൽ €2, 3 എടുത്താൽ €5. കൈൻഡ് ഓഫ് ദാറ്റ്, ബട്ട് ഇറ്റ് വാസ് ടു ഗുഡ്, റൈറ്റ്? സോ ഞാനൊരു ഫ്രിഡ്ജ് പാക്കറ്റ് മാത്രം വാങ്ങി, ഒരു പേനയും വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എക്സൈറ്റിംഗ്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ വാട്ടി പിന്നെയും വഴിതെറ്റി ഗൈസ്. ഞാനിപ്പോൾ കത്രിയിടൽ വെച്ചിട്ടാ പോണേ. ഒരു കത്രിയിടൽ കണ്ടപ്പോൾ ഞാൻ അവിടെ കയറി. പക്ഷേ ഐ തിങ്ക് ദ മെയിൻ വൺ അതാന്നാ തോന്നുന്നേ. സോ നോക്കാം. അങ്ങോട്ടേക്കായിരുന്നു, പക്ഷെ അവിടുത്തെ വ്യൂ നൈസായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. Cafés. Yes, guys, ആക്ച്വലി രാത്രി ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കത്രിയുടെ മറ്റേ കയറുന്നതിന് എൻട്രി ഉണ്ട്, €10 ആണ്. അപ്പം ഞാൻ ഓൾറെഡി മറ്റേ കത്രിയുടെ കയറിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെ കയറി കുറേ സമയം എടുക്കും. മ്യൂസിയം നമ്മുടെ മിനിസ് പോലത്തെ. അച്ചോ, നമുക്ക് വിൻഡോ ഷോപ്പിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ അടുത്തടുത്ത് ഷോപ്പുള്ളത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും കയറാൻ തോന്നും. ഇങ്ങനെ നമ്മളെ പിടിച്ച് വലിച്ചങ്ങോട്ട് കയറ്റുന്ന പോലെയാണ്. പിന്നെ അവിടെയൊക്കെ എല്ലാം ഒന്ന് കയറി വിലയൊക്കെ നോക്കി അതേപടി തിരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ നടന്നത് അൽക്കാസാബോ റൊമാനോ ഫോർട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ആക്ച്വലി ഞാനിവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്, പക്ഷെ നടന്ന് ഇവിടെ എത്തിയത് ഞാൻ പോലും അറിഞ്ഞില്ല. സോ ഇറ്റ് വാസ് ഫൺ. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, എന്തായാലും ഇവിടെ ഒന്ന് കയറാം, ബിക്കോസ് വി ഹാവ് ടൈം.
It's a nice spot, I guess. Oh, it was? One of the main. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. സോ അങ്ങനെ ഞാൻ ഇവിടെ കയറി. €3 വേണം ടിക്കറ്റിന്. ജനറൽ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ഉണ്ട്. നമുക്ക് കുറേ ഇൻസൈഡ് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തൊക്കെയോ കൂടുതലാണ്. ആകെ സാധാ മാത്രമാണ് എടുത്തത്. അതിനാണ് €3. നോക്കാം. സോ ഗൈസ്, ഇതാണ് മലാഗയിലെ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ അൽക്കസാബ ഫോർട്ട്. അൽക്കസാബ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ വേർഡ് ആക്ച്വലി ഒരു അറബിക് വേർഡാണ്. ലൈക്ക് അൽക്കസ്ബ എന്ന് പറഞ്ഞൊരു അറബിക് വേർഡിൽ നിന്ന് വന്നൊരു പേരാണ്. ലൈക്ക് ഒരു മതിലുള്ള പട്ടണത്തിൻ്റെ അകത്തുള്ളൊരു ഫോർട്ട്, അങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കാണാൻ. നല്ല എന്താ പറയുക, ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബീച്ചുള്ളതും. അപ്പം അവിടുത്തെ വ്യൂ ഒക്കെ നൈസാണ്. ഇത് അവിടം വരെ ഉണ്ട്. അവിടം വരെ എത്തുമ്പോൾ തന്നെ തളരും. നല്ല വെയിലും ഉണ്ട് ഇന്ന്. സോ പിന്നെ അവിടുന്ന് 2 കപ്പിൾസിനെ പരിചയപ്പെട്ടു കേട്ടോ. അവർ സ്പാനിഷുകാരായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞത് ആദ്യമൊന്നും മനസ്സിലായില്ല, അവർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പരിചയപ്പെട്ടു. പിന്നെ അവരെ കൊണ്ട് എൻ്റെ 2 പിക്കൊക്കെ എടുപ്പിച്ചു. പിന്നെ അവരുടെ ഫോട്ടോസും ഞാൻ എടുത്ത് കുറേ നേരം സംസാരിച്ചിട്ടാണ് പിന്നെ പോയത്. പക്ഷെ നൈസ് കപ്പിൾസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഹലോ. അങ്ങനെ ഫോർട്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. അപ്പോൾ കുറേ ഉണ്ട് മേളിലോട്ട്. പക്ഷെ അതൊന്നും പോകാനുള്ള ത്രാണി എനിക്കില്ല. പിന്നെ ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് കുറച്ച് ബോറാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോകണ്ട. നല്ല വെയിലും ഉണ്ട് ഇന്ന്. നല്ല വെയിലുണ്ട്. ഒരു തണുപ്പുണ്ട്, പക്ഷേ കുറച്ച് വെയിൽ കൂടുതലാണ്. പിന്നെ ഇപ്പം പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നോർത്ത് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഈ ബീച്ചിലാണ് പോയത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കത്രീഡൽ. ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി. എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഊബർ എടുത്ത് പോവാം. ഞാനിപ്പം നടന്നാണ് വന്നത്. നൈസ് വ്യൂ. ഇവിടെ സമയം 11:45 അപ്പം ഇനി ഞാനൊരു മറ്റേ മ്യൂസിയത്തിലും കൂടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് അത്രയ്ക്ക് സുഖം അല്ല നടക്കാൻ. അപ്പം പിന്നെ 4 മണി 3 മണിയൊക്കെ ആകുമ്പോൾ 3:30 ആകുമ്പോഴത്തേന് ഇറങ്ങുകയും വേണം. സോ വെറുതെ ടയർഡാണ്. പാക്കും കുറച്ചേ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഉണ്ടൊരു ചെറിയ കഫേ പോലെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് പോകാൻ പറ്റില്ല.
അതിന് പകരം കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. I have to leave now. Oh my god. ഇപ്പോഴത്തെ ക്യൂ നോക്കിയിട്ട് ഇപ്പോഴെങ്ങാനും ഞാൻ വന്നിരുന്നെങ്കിൽ തെണ്ടിപ്പോയെന്നെ കഴിച്ചു. നമ്മുടെ നാട്ടിലത്തെ പോലെ ജാഥയാന്ന് എന്തൊന്നും മനസ്സിലായില്ല. എഴുതി വെച്ചത് പോലും മനസ്സിലായിട്ടില്ല. അറിയില്ല ഗൈസ്. കുറെ പേര് ജേഴ്സി വേണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ ഇല്ലാത്തത് കൊണ്ട് മൈ ഗോഡ് നല്ല തിരക്കാണ്.